ഹലോ ഗായ്സ്, എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ നിലവിലുള്ളൊരു ഫീലിങ്സ്? എന്തൊക്കെയാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുള്ളൊരു ഫീലിംഗ് എന്ന് നമുക്ക് നോക്കാം. പൈൽ സെലക്ഷനാണ്. ഫസ്റ്റ് പൈൽ ആൻഡ് സെക്കൻഡ് പൈൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പൈൽ നോക്കുകയാണ്. ഫസ്റ്റ് പൈൽ പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ കൂടുതലായിട്ട് വേണം, നിങ്ങളിൽ കൂടുതൽ അടുക്കണം എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു നിമിഷങ്ങളൊക്കെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് ഓർക്കുകയാണ്. എന്തൊക്കെ നഷ്ടം വന്നതുപോലെ, എവിടെയൊക്കെ എന്ത് ഇഷ്ടം ഉണ്ടായിരുന്നതൊക്കെ അയാളായിട്ട് ആ ഒരു പേഴ്സണായിട്ട് കളഞ്ഞതുപോലെ ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റും ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധവും അങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരണം എന്നവർക്ക് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെ തിരിച്ചു വരും എന്നറിയാണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതാണ് ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു മനസ്സിലുള്ളത്. അവർക്ക് തിരിച്ച് വരാനായിട്ട് ഒരു ചെറിയ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വരണം എന്നാണ് അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയോ നിങ്ങളോട് ചെയ്ത ഒരു തെറ്റ് അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു കർമ്മ അവർക്ക് തിരിച്ച് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അതാണിപ്പോൾ ഫസ്റ്റ് പൈൽ പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈൽ നോക്കാം. സെക്കൻഡ് പൈൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഉടനെ ഒരു നിലവിൽ തിരിച്ച് വരണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരിതില്ല. പക്ഷെ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട്. ഈ ഒരു പേഴ്സൻ്റെ ഒരു സെൽഫ് ഗ്രോത്ത്, സെൽഫ് ലവ് അങ്ങനെയുള്ളൊരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ഫിനാൻഷ്യലി സെറ്റ് ആവുക, കുറച്ചും കൂടെ ഒരു അബണ്ടൻസ് ഒക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങളിലേക്ക് വരാനാണ് ഒരു പ്ലാൻ. നിലവിൽ നിങ്ങൾക്ക് അതിനുള്ള സമയമായിട്ടില്ല. ആ ഒരു പേഴ്സൻ്റെ പേഴ്സണൽ ഗ്രോത്ത് മാത്രമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ ഒന്നിനും പ്രയോറിറ്റി കൊടുക്കുന്നില്ല. മേ ബി ഫിനാൻഷ്യലി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം നിങ്ങളടുത്ത് വിട്ടു നിന്നത്. മേ ബി ഫിനാൻഷ്യലായിട്ട് റിലേറ്റ് ചെയ്തോ സംതിങ് എന്ത് തന്നെയാണെങ്കിൽ പോലും ഇപ്പോൾ അവർ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം മാത്രമേ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സണിനെ പറ്റി, പക്ഷെ അവരുടെ മനസ്സിലുണ്ട് ഒരാൾ വേണമെങ്കിൽ എന്തൊക്കെ തന്നെയാണെങ്കിലും മാറി നിന്നാലും നിങ്ങളെ പോലൊരാൾ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വേണമെന്നുണ്ട് പാർട്ട്ണറായിട്ട്. ബൈ നിലവിൽ ഇപ്പോൾ അവർ അവരുടെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് മേ ബി നിങ്ങൾ ചിലർക്ക് കോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന റിപ്ലൈയിലോ കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഓക്കെ.